ഐശ്വര്യ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്നു തുടങ്ങി. അവളിൽ എനിക്കിഷ്ടപ്പെട്ടത് എന്നിലൊരു മാറ്റങ്ങളും ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതെന്നെ ഒരുപാട് അവളിലേക്ക് ആകർഷിപ്പിച്ചു. ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കിയെന്നറിയാവോ? വാ, വന്ന് കയറിക്കേ. എവിടെ? ചുമ്മാ വെറുതെ ചുറ്റിയിട്ട് വരാം. വന്നേ. ഇപ്പൊ വേണ്ട, പിന്നെ ഒരു ദിവസം വരാം. ഓക്കെ? ഇതിനൊക്കെ നാളും ജാതം നോക്കേണ്ട കാര്യമുണ്ടോ? വാ, വന്ന് കയറിക്കേ. പ്ലീസ്. ഒരു പ്രേമിക്കുന്ന പയ്യന് ഒരു പ്രേമിക്കുന്ന പെണ്ണിനെ ബൈക്കിലൊക്കെ ഇരുന്ന് ചുറ്റിയടിക്കണമെന്ന് തോന്നുന്നേ. അതല്ലേ ഞാനും ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ട് വാ, കളിക്കാതെ വരാൻ നോക്ക്. നമ്മുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തിക്കൂടെ? ഒരു വ്യത്യാസം മണ്ണങ്ങട്ടെ. ഐഷു, ഞാൻ പോവാ. ഈവനിങ് കാണാം. ഹേ നിക്ക്, ഞാനും വരാടാ. നാളെ കോളേജ് വെച്ച് കാണാം. എവിടെ പോവാന്ന്? ഗൗതം, എല്ലാരും നോക്കുന്നുണ്ട്. വിട്, കയ്യിന്ന് വിട്. ആര് കണ്ടാലും എനിക്ക് നടി. നീ എന്റെ ഭാര്യയല്ലേ? അത് നടക്കുന്ന സമയത്ത് നോക്കാം. വിട്. നീ വണ്ടിയെടു. എന്നെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആരെങ്കിലും കണ്ടിട്ട് എന്റെ അച്ഛനോട് പോയി പറഞ്ഞാ എല്ലാം തീരും. സോറി ഗൗതം, എനിക്ക് നിന്റെ കൂടെ 100 വർഷം ജീവിക്കണം. പ്ലീസ്, ഇതെന്റെ അപേക്ഷയാണ്. അയ്യോ വിടല്ലേ, വലിക്ക് വലിക്കടാ വലിക്ക്. ഇതാടാ കിസ് എന്ന് പറയുന്നേ. നമ്മൾ വാളംപുളി തിന്നുന്ന പോലെയല്ലേ തിന്നുന്നത്. അവരെല്ലാം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നത് അറിയാവോ നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിൽ കുറേ എണ്ണം ഉണ്ടല്ലോ ഇപ്പോഴാ ഫ്ലൈയിങ് കിസ് അടിക്കാൻ തന്നെ പഠിച്ചോണ്ടിരിക്കുന്നത്. അവൾമാർ എപ്പോഴാ ഇതൊക്കെ പഠിക്കുന്നത്? ഹലോ. ഏയ്, നീ എന്തിനൊക്കെ ഗൗതം, നിക്ക് 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 നിക്ക്. ഇപ്പൊ നിന്നെ ചെരുപ്പോണ്ട് അടിക്കാ, അതാ ഫൈറ്റ്. പറയ്, എന്തിനാ ഇപ്പൊ വിളിച്ചത്? നീ എന്റെ ഭാര്യയാടി. എനിക്ക് എപ്പോ വേണം വിളിക്കാൻ തന്നെ. അതെ അതെ, ഓക്കേ. പറഞ്ഞോ പറഞ്ഞോ, പറ. അത്യാവശ്യമായിട്ട് എനിക്കൊരു ഉമ്മ വേണം. ഇതെന്തുവാടി ഇത്? എനിക്ക് എങ്ങനെ തന്നാ പോരാ. ഏയ്, എന്തടി ഇത് കുച്ചു കുച്ചുന്ന്? ഹലോ 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 1 സെക്കൻഡ്. ഇനി പറ. എന്താ സിറ്റുവേഷൻ ക്ലിയർ ആക്കിയോ? നിന്നോടല്ലേ ഞാൻ കിസ് ചോദിച്ചേ? തന്നല്ലോ. എന്ത് ഞൊച്ചു 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 എന്ന് കേട്ടതോ? അതാണോ? എനിക്ക് നേരിൽ വേണം, അതും
ലിപ് ടു ലിപ്പ്. അതെല്ലാം കല്യാണത്തിന് ശേഷമേ ഉള്ളൂ. എടി, അതിന് ഞാൻ നിന്നോട് കൊച്ചിനെ ചോദിച്ചില്ലല്ലോ, ഒരു ഉമ്മയല്ലടി ചോദിച്ചത്. തരാം തരാം, എപ്പ ചോദിച്ചാലും തരാം തരാം തരാം. പറ്റിക്കല്ലേ? അതൊക്കെ പോട്ടെ, ഞാൻ പറയുന്ന കേക്ക്. എനിക്കൊരു മൊബൈലില് ഒരു സിം കാർഡ് ആദ്യം വാങ്ങിച്ചതാ. അതെന്തിനാ? അതല്ലെന്നേ, എന്റെ അമ്മയ്ക്കൊരു ലേശം ഡൗട്ട് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ എന്റെ അമ്മ എന്റെ അച്ഛനോടങ്ങനെ പറഞ്ഞു കൊടുത്താ ഫിനിഷ്. എന്റെ മൊബൈൽ പിടിച്ചു വാങ്ങിക്കും, വീട്ടിലുള്ള എല്ലാ ഫോണും കട്ട് ചെയ്ത് കളയും. പിന്നെ എങ്ങനെ നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യും? ഒരു സീക്രട്ട് നമ്പർ വേണ്ടേ? എടി കൊച്ചു കള്ളി, ഇപ്പഴാടി നീ ഒരു രാഷ്ട്രീയക്കാരന്റെ മോളായത്. നിന്റെ അമ്മച്ചി വന്നോടി. വൺ സെക്കൻഡ്. എന്താ അമ്മേ? വരുന്നുണ്ടമ്മേ, ഞാൻ വരുന്നമ്മേ. എന്താ, ഈ വീട്ടിൽ ഒരു ബാത്റൂമേ ഉള്ളൂ? ഒന്ന് പോടി, കൊറേ നേരമായിട്ട് ഞാന്. ഹലോ, എന്റെ പൊന്നു കിട്ടുന്ന പറഞ്ഞടി. പറ. കോളേജ് വന്നാലും ഭൂമിയെ പോലെ നടക്കും. ഹലോ, എന്നാ ചെയ്യൂ അവിടെ? ഹലോ, എന്താടി അവിടെ? ചപ്പൊന്നും പറ. ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയോ? അയ്യോ, അവിടെ തന്നെ നിന്ന് പറ, സിഗ്നൽ കട്ടാവുന്നു. ഐശോ, എന്റെ ചുണ്ടെല്ലാം വരണ്ടു പോയിടി. എന്റെ നാക്കും വല്ലാതെ വരണ്ടു. കുറച്ചു നേരം നിന്റെ അഴകാർന്ന തരങ്ങൾ എനിക്ക് തന്നാൽ എന്റെ ജീവൻ രക്ഷപ്പെടും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഡയലോഗൊക്കെ കൊള്ളാം. കല്യാണത്തിന് ശേഷം എന്നെ മുഴുവനും അങ്ങ് തരുമല്ലോ. അതിനുശേഷം നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇപ്പൊ കുറച്ച് സമാധാനമായിട്ടിരി. ഓക്കെ? നീ എന്റെ ജീവനല്ലേ. അതിനു മുമ്പ് നീ എന്ത് ചെയ്താലും, എന്തെല്ലാം ഡ്രാമ ചെയ്താലും ഐശ്വര്യേ, രാത്രി എന്താ ഇവിടെ? പോയി കിടക്ക. ഓക്കെ, എന്നാ ശരി. എങ്ങനെയാ വന്നത്? എങ്ങനെ പോയി? നല്ല ഉറക്കം.